മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30, ഏകദേശം രാവിലെ 7 മണി ആവാറായിട്ടുണ്ട്. ഇത്രയും രാവിലെ ഞാൻ നിങ്ങളോട് വന്ന് ഹലോ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അതെ, എൻ്റെയും ഏട്ടൻ്റെയും 10th വെഡിങ് ആനിവേഴ്സറിയാണ് ഈ വരുന്ന ജൂൺ 1. ഞങ്ങൾ 10 വർഷമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ച് ജീവിക്കുന്നു. ചുമ്മാ അതൊന്നുമല്ല, നല്ല ഫൺ ലൈഫ് തന്നെയാണ്. നമുക്ക് ദൈവം സഹായിച്ച് നമ്മുടെ ഒരു ലൈഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ 1 decade ഓഫ് അസ് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നു. അത് എവിടേക്കാണെന്ന് ചോദിക്കൂ, സ്വിറ്റ്സർലൻഡ്. അത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള, അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫസ്റ്റ് ടൈം പോകുന്നതുമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് പോകണമെന്ന്. അവിടെയാണ് ഞങ്ങളുടെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ കുട്ടികളില്ല കേട്ടോ, ഞാനും ഏട്ടനും മാത്രം. ഞാനും ഏട്ടനും കുട്ടികളില്ലാതെ എങ്ങും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്ക്, അതായത് ഞാനും ഏട്ടനും ഒറ്റയ്ക്ക് അങ്ങനെ ട്രിപ്പുകളൊന്നും ചെയ്യുന്നത് വളരെ കുറവാണ്. നമ്മൾ പോയിട്ടുള്ള എല്ലാ ട്രിപ്സും നമ്മൾ ഫ്രണ്ട്സിനൊപ്പം, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സിനൊപ്പമാണ് ഉള്ളത്. അപ്പം ഇത് വെരി ഫസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, ഇത്രയും നീളമുള്ള ഒരു ട്രിപ്പ്. അതായത് നമ്മൾ 2 weeks ആണ് വെക്കേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 weeks കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം. കാര്യം എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു സ്ഥലത്ത് പോകേണ്ടത്. എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. ഇതൊക്കെയാണെങ്കിലും കുറേ കാരണങ്ങൾ കൊണ്ട്, മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്താനായിട്ട് കുറച്ചൊരു ലേറ്റ് ആവുന്നതിൻ്റെ റീസൺസ്. ഒന്ന്, ഞങ്ങൾ തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മ തിരിച്ച് നാട്ടിൽ പോകാനുള്ള സമയമായിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ ആദ്യമായിട്ട് ഇട്ടിട്ട് ഇത്രയും നാൾ മാറി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം. ഈവൻ വൈകിയനെ പോലും വിട്ട് ഇത്രയും നാൾ ഞങ്ങൾ നിന്നിട്ടില്ല. സാക്ഷിയെ ഫസ്റ്റ് ടൈമാണ് ഇട്ടിട്ടേ പോണത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സാക്ഷിക്ക് ഇപ്പോൾ 18 മാസമായി. അപ്പം അവൾക്ക് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ഡേ. അതത്ര ഫ്രീക്വൻ്റ്ലി അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ വൺസ് ഡെയിലി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ ഫീഡ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഓക്കെ ആയിരിക്കും, കാരണം അവൾക്ക് അതങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അവൾക്ക് വയറ് നിറഞ്ഞാൽ അവൾ ഓക്കെയാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അവളേക്കാൾ കൂടുതൽ എനിക്കാണ് ഇമോഷണലി കുറച്ച് പ്രശ്നം ഉള്ളത്. അപ്പം ഇങ്ങനത്തെ പല റീസൺസ് കാരണം കുറച്ച് സമയം എടുക്കുന്നുണ്ട് ആ എക്സൈറ്റ്മെൻറ്റിലേക്കൊക്കെ എത്തണം എന്നുള്ളത്. അമ്മയും കണ്ണനും ഇവിടെ വീട്ടിലുള്ളത് കൊണ്ട് സാക്ഷിയുടെയും വൈകിയുടെയും കാര്യങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്തോളും. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദേ ആർ ഹിയർ. അപ്പം അവർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആണല്ലോ ഞങ്ങൾക്ക് ഇത്രയും മനസമാധാനമായിട്ട് നമ്മുടെ ഒരു ട്രിപ്പ് പോകാൻ പറ്റുന്നത്. മനസമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി അല്ല, നമ്മളില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം നമുക്ക് എപ്പോഴും ഉണ്ട് അവരുടെ ഒപ്പം. പക്ഷെ എന്നാൽ പോലും അവരുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരാശ്വാസമാണല്ലോ, അവരിവിടെ ഉണ്ടല്ലോ, അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നുള്ളത്. അപ്പം അതാണ് ഈ ഒരു വ്ലോഗിലെ വിശേഷങ്ങൾ. ഈ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ മൾട്ടിപ്പിൾ എപ്പിസോഡായിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ 14 days ഒരു ട്രിപ്പാണ്. അതിലെ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ തന്നെ പറഞ്ഞാൽ പോലും അത് ഒറ്റ ഒരു വ്ലോഗിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. സോ വെൽക്കം ടു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സ്വിറ്റ്സർലൻഡ് ട്രിപ്പ്. നമ്മൾ പോകുന്നതിന് മുമ്പ് കൃഷിയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വളമൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. എന്നാലും അവരോടൊക്കെ ഒന്ന് പോയിട്ട് ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് വരാൻ. 2 ആഴ്ചത്തേക്ക് ഇനിയിപ്പോൾ കാണില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോഴും വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട്. സാക്ഷി, അമ്മ, അച്ഛ, ടാറ്റ. പോട്ടെ. നമുക്കിവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്. കണ്ണ, ടെമ്പററി ഗൃഹനാഥൻ റെഡിയാണോ? അഡ്വഞ്ചർ. ബിഹേവ് ചെയ്യണം, പറഞ്ഞാ കേക്കണം കേട്ടോ. ഹോംവർക്ക് ചെയ്യണം കേട്ടോ. മാലയില്ല കഴുത്തല്ല. ചീസ് ചീസ്. അമ്മയുടെ
അമ്മ മുത്തമ്മ മിസ് ചെയ്യുവോ അമ്മേ? മാമ വരുന്നു, മാമ തിരിച്ചു വരും കേട്ടോ. മാമ ടാറ്റ പോകുന്നില്ല, മാമ കൊണ്ട് വിട്ടേക്ക് വരുവേ. സാക്ഷി ഇതാരാ? ഇതാരാ? അത് പൂവാണോ? ഇത് വീണാമയല്ലേ? രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഉണ്ടത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. 2 weeks. 2 weeks. ടാറ്റാ. എങ്ങനെ ടാറ്റ പറയുന്നേ? ടാറ്റ പറയും. ടാറ്റ. മുത്താണോ? അവയുണ്ടടാ ബാഗിന്റെ ബാക്കില്. അങ്ങനെ ടാറ്റ പറയാൻ മുന്നു. കുഞ്ഞ് ടാറ്റ പോകും. ബൈ ചിക്കുട്ടാ. സിയോ. ചിക്കു ഒളിഞ്ഞു നോക്കുന്നു. ഓക്കെ ടാറ്റാ. അപ്പൊ ശരിടാ, ബൈ. നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ അകത്ത് കയറിയിട്ടതാ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഏട്ടാ റെഡിയാണോ? എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടുള്ള ഒരു 2 weeks വെക്കേഷൻ ട്രിപ്പാണത്, സ്വിറ്റ്സർലൻഡിലോട്ട് അല്ലേ? We're about to check off the bucket list. Yes. നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണേ. ഇവിടെ എനിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ, പക്ഷെ എനിക്ക് സമയം കിട്ടില്ല. ഞങ്ങൾ വന്ന് ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ ഇതേപോലെ കയറാൻ പോകുന്നത് നമ്മളെ വിളിച്ചു കയറാൻ പോവാണേ. നമ്മൾ ഓസ്റ്റിനിൽ നിന്ന് കയറിയിട്ട് ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്കിനിയിപ്പം ഇവിടെ ഏകദേശം 4:15 സമയം. നമുക്ക് 5 മണിക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ഫ്ലൈറ്റിലേക്ക്, സൂറിക്കിലേക്കുള്ള ഫ്ലൈറ്റ് 5 മണിക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഇതെന്ത് റെസ്റ്റോറൻ്റ് ആയിട്ടാ? ഇറ്റാലിയൻ മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിതാ 2 പേരും ഓരോ ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അപ്പം ഫുഡ് കഴിച്ചിട്ട് സൂറിക്കിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറും. എക്സൈറ്റഡ് ആണ്? ആണോ? അതൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. Cheers to one decade. നമ്മളൊരു ചിക്കൻ റാപ്പൊക്കെ ഓർഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ലഞ്ച്. ബോർഡ് ചെയ്യാൻ സമയമായി. ഈ ഫ്ലൈറ്റ് നേരെ നമ്മുടെ സൂറിക്കിലേക്ക് എത്തുന്ന ഫ്ലൈറ്റാണ്. ഇവിടെ നിന്നൊരു 8 to 9 ഇൻ ബിറ്റ്വീൻ അത്രയും സമയമുണ്ട്, 8 hours. അപ്പം ഈ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നാളെ അവിടെ എത്തുമ്പോൾ രാവിലെയാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉച്ചയായതേ വിളിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഉറങ്ങിയാലേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫ്രഷായിട്ട് ജെറ്റ് ലാഗൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുകയുള്ളൂ. കാരണം നമുക്കിനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ ചെറിയ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ അറിയിക്കാം. അപ്പം എന്തായാലും ഈ ഫ്ലൈറ്റിൽ ഞാൻ ഫുള്ളായിട്ട് ഉറങ്ങണം എന്നാണ് മനസ്സിലാഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് സാധാരണ ഫ്ലൈറ്റിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഉറങ്ങിയാൽ തന്നെ ഞാൻ അരമണിക്കൂറൊക്കെ ഉറങ്ങാം. പക്ഷേ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു. അതൊക്കെയാണ് പ്ലാൻ. അപ്പം അതുകൊണ്ട് അവിടെ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ട് കാണണം, ഒരു തിരക്കുമില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കിടക്കുന്നു. കണ്ടോ? എല്ലാ ദിവസവും എങ്ങനെയാണോന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയാണ്.
ഒരു തിരക്കും ബഹളവും ഒന്നുമില്ല, ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നു. തണുപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, പക്ഷേ വെയിലുള്ളത് കൊണ്ട് അധികം പുറത്തേക്ക് അറിയാൻ സാധ്യതയില്ല. നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെയൊന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്, യുണൈറ്റഡ് ബാഗേജ് ക്ലെയിമിലേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് എവിടെയൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ, ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണത്. നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. ഇതാണ് ഹോട്ടലിലേക്ക് പോകാനുള്ള, എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാനുള്ള ട്രെയിനിൽ കയറിയിട്ടോ. എന്തൊരു ക്വയറ്റാന്ന് നോക്കുക, ഇവിടെ മിണ്ടാൻ പോലും പറ്റുന്നില്ല, ആരും വിട്ടിട്ടില്ല. അപ്പം നമുക്ക് വെച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് സൂറിക്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂവേ. ബാൽക്കണി അല്ല, ഇത് വിൻഡോയാണ്, ഇതിന് ബാൽക്കണി ഇല്ല. റിവറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ. നമ്മളിതാ സൂറിക്കിലെത്തി. ഇവിടെ ഏർലി ചെക്ക് ഇൻ ചെയ്തു ഹോട്ടലിൽ. നമുക്ക് 3 മണിക്കായിരുന്നു കയറേണ്ടിയിരുന്നത് ശരിക്കും, പക്ഷേ അവർ ഏർലി ചെക്ക് ഇൻ കിട്ടിയതുകൊണ്ട് നമുക്ക് നേരത്തെ കയറാൻ പറ്റി. നേരത്തെ കയറി ഫ്രഷായി റെഡിയായി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ലിൻറ്റ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ആദ്യം പോകാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ രാവിലെ 8:30 ആയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്ത്, ഇവിടുത്തെ രാവിലെ, അതായത് ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ സമയം ഏകദേശം 1:30 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട്. അവിടുത്തെ ഇപ്പം ഏകദേശം വെളുപ്പാങ്കാലമായിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ ജെറ്റ് ലാഗ് ഫുൾ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് ലിൻ ചോക്ലേറ്റ് ഫാക്ടറി കയറാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരെ പോയാൽ മതി. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെതർ ഓക്കെയാണ്, തണുപ്പുണ്ട്, പക്ഷേ ജാക്കറ്റ് ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല. തണുപ്പുണ്ട്, പക്ഷേ സഹിക്കാൻ പറ്റുന്ന പോലത്തെ തണുപ്പേ ഉള്ളൂ കേട്ടോ. മുഖം കാണുമ്പോഴേ അറിയാൻ ഉറക്കം തൂങ്ങി കിറങ്ങിയിരിക്കുമെന്ന്. വെയിലുള്ളതുകൊണ്ട് തണുപ്പ് വലിയ കുഴപ്പമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. മെയിനായിട്ട് റോഡിൽ കൂടെ വണ്ടികളൊന്നും ഓടുന്നില്ല. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു വലിയ ബഹളങ്ങളില്ലാത്തതിൻ്റെ ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എല്ലാവരും ട്രെയിനും അങ്ങനത്തെ ബസ്സും ഒക്കെയാണ്. കാറിൻ്റെ ഒക്കെ അളവ് വളരെ കുറവാണ്, കാറ് റോഡിലോടുന്നത്. അപ്പോൾ ടാക്സിയും ഒക്കെ ആണെങ്കിലും അങ്ങനെ അധികം ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഫ്രീ ആണ്. അവിടെ കാറുകളൊന്നും ഓടത്തില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള ട്രെയിനൊക്കെ ആട്ടോ, നല്ല നീറ്റ്, ഒരു ഡോട്ട് പോലും അതിൽ കാണില്ല. അങ്ങനെ നമ്മളിപ്പം ലിൻറ്റ് ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ലിൻറ്റിൻ്റെ ബോർഡ് ഇതാ അവിടെ വെച്ചിട്ടുണ്ടായി. നമ്മൾ അത് നോക്കിയിട്ടാണ് ഈ പോകുന്നത്. ഇത് ലിൻറ്റ് ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയല്ല, നല്ല രസമുണ്ട്. ചിലരൊക്കെ സ്യൂട്ട് കേസുമായിട്ടാണ് പോകുന്നത് കേട്ടോ. നേരെ വന്നിറങ്ങിയിട്ട് അങ്ങനെ സ്യൂട്ട് കേസോട് കൂടിയൊക്കെ പോകുന്ന ആൾക്കാർ.
നമ്മൾ ഫൈനലി ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് അവർ കുറേ ഡെക്കറേഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ നിൽപ്പുണ്ട്. ഈ വിസ്കും ചോക്ലേറ്റ് ഫൗണ്ടനും കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. ഈ ലിൻഡ് ഫാക്ടറിയിൽ കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്ന ഒരു അട്രാക്ഷൻ ഇത് തന്നെ കേട്ടോ, ഈ ചോക്ലേറ്റ് ഫൗണ്ടൻ. 9 മീറ്ററോളം നീളമാണ് ഇതിനുള്ളത്. 1500 കിലോ ചോക്ലേറ്റ് ആണ് ഈ ഫൗണ്ടനിൽ കൂടെ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ് കഴിക്കാത്ത ഞങ്ങൾ ഇവിടെ വന്നത് ആ കാണുന്ന ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് മ്യൂസിയത്തിൽ കയറാൻ പോവാ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ക്യൂ ഉണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. മ്യൂസിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഓഡിയോ റെക്കോർഡിങ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫോൺ പോലെ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ റെക്കോർഡിംഗ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഓഡിയോ കുഞ്ഞു ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റും. അപ്പം ഇവിടെ ആ കൊക്കോ മരത്തിൽ നിന്ന് കൊക്കോ എടുക്കുന്നതും അതിൻ്റെ പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നാട്ടിലൊക്കെ ചവറ് പോലെ ഉണ്ടാവുന്ന സാധനം ഇവിടെ ചില്ലും കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഈ കൊക്കോ മരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് ചോക്ലേറ്റ് എടുക്കുന്ന പരിപാടികളൊന്നും ഇല്ലെങ്കിലും ആ കൊക്കോ മരത്തിനുള്ളിലെ കായ പഴുക്കുമ്പോൾ നല്ല മധുരമുള്ള ഒരു ഫ്ലഷ് പോലെ ഒരു സാധനം കഴിക്കാൻ കിട്ടും. നല്ലൊരു ഫ്രൂട്ടായിരുന്നു. ഞങ്ങൾ ചെറുതിൽ എന്തോരം കഴിച്ചിട്ടുണ്ടെന്നറിയോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കൊക്കോ കാ എന്നാണ് പറയുന്നത്, കൊക്കോയുടെ കായ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ലാംഗ്വേജിലായിരിക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ആ കുട്ടി ഫോണിൽ കൂടെ നമുക്ക് കിട്ടുക കേട്ടോ. ഇത് മറ്റേ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അച്ചില്ലേ, മോൾഡ്, അതാണ്. അത് ഓരോ വെറൈറ്റി സാധനങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് 1950 മുതൽ 1980 വരെ ഇങ്ങനത്തെ മോൾഡൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അത്രേ. അത് കഴിഞ്ഞ് 1980 തൊട്ട് ഉള്ളതാണ് ഇപ്പോഴത്തേത്. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ കാണാറുള്ള ചോക്ലേറ്റിൻ്റെ മോൾഡല്ലേ, ബണ്ണിയൊക്കെ. ഇതാണ് ഇപ്പോൾ നമ്മൾ കിട്ടാറുള്ള സാധനം. ടോബ്ലറോണിൻ്റെയും ഇത് കാണിക്കുന്നുണ്ട് മോൾഡ്. ഇതുണ്ടാവും വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പ്രൊപ്പോർഷൻസ് ആണ് ഇട്ടേക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. കൊക്കോ ബട്ടർ, മിൽക്ക് പൗഡർ, ഷുഗർ, അങ്ങനത്തെ സാധനങ്ങൾ. ചോക്ലേറ്റിൻ്റെയാണ് ഏറ്റവും ഇത്. അതിൽ കൂടുതലും കൊക്കോ മാസ് തന്നെയാണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, നമ്മുടെ സാധാ മിൽക്ക് ചോക്ലേറ്റിൽ ഇത് എത്ര ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. ഇതിൽ ഒന്നുമില്ല, ഇതിൽ കൊക്കോ ബട്ടറേ ഉള്ളൂ. ഓ അത് ശരി, കറക്റ്റ്. ഇതിലൊക്കെ മിൽക്ക് പൗഡറുണ്ട്, അതിൽ മിൽക്ക് പൗഡർ ഇല്ല. മിൽക്ക് ചോക്ലേറ്റ് അല്ല കേട്ടോ, അത് ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. ഓഹ് എൻ്റെ അമ്മേ, എന്താ ടേസ്റ്റ് എന്നറിയോ. കുറച്ചുകൂടി എടുത്തോട്ടെ, ഇഷ്ടം വേണോ? നല്ല ടേസ്റ്റ്. നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പോകണോ? ഏതാ ഇഷ്ടമായത് കൂടുതൽ? ഡാർക്ക് ചോക്ലേറ്റാ? ഞാനൊന്ന് ട്രൈ. ഇനി അടുത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ പോകണു. ഇങ്ങനെയുണ്ട്, അതാണോ? ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ പ്രോസസ്സ് ചെറിയ മെഷീനിൽ കൂടെ നമുക്കിങ്ങനൊരു ഇത് കാണിച്ചു തരാണ്. ഡിസൈൻ ഇടുന്നത്, നട്ട്സ് വയ്ക്കുന്നത്, അങ്ങനെ ഓരോരോ സ്റ്റേജുകളായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെയാണ് ഈ കാണിച്ചു തരുന്നത്.
തരുന്ന ചോക്ലേറ്റ് തരുന്ന മെഷീൻ. ഇന്ത്യയിൽ കൊക്കോ ഉള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നത് അല്ലേ? ഇത് ഇന്ത്യയിൽ കാണിക്കണേ 8 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഓരോന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ എടുക്കാൻ പറ്റും. നോക്കാം. ഹായ്. So welcome to Chocolate Heaven. Thank you. We have 8 different varieties of truffles. White chocolate flavor. ചീസ് കേക്കിൻ്റെ ഫ്ലേവർ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. സ്ട്രോബെറി, സോൾട്ടഡ് കാരമൽ, ചോക്ലേറ്റ്. 70% നോക്കാം. ഇത് കണ്ടോ, ഈ ലിൻഡ് ചോക്ലേറ്റിൻ്റെ ഇതുപോലെ അതൊരു സീറ്റിംഗ് ഏരിയ കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ആ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. കണ്ടാ. താങ്ക് യു. എട്ട് പീസ് എടുത്താ 100 ഗ്രാമിന് എത്രയാ? ഇത് പുതിയ ഫ്ലേവർ മാച്ച. ഇതെന്ത് ഫ്ലേവറാ? ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, എന്തത്? ഇതെല്ലാം അവരുടെ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഇതിൽ കസ്റ്റമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിൽ റൈറ്റിങ്സ് ഒക്കെ ചെയ്യിപ്പിക്കാമേ, എഴുതി കൊടുക്കാം. ഇതേപോലെ നമുക്ക് എഴുതി ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എഴുതി കസ്റ്റമൈസ് ചെയ്ത് തരും. അതിൻ്റെ ചെറിയ സ്ലൈസസ് ആയിട്ട് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരെണ്ണം എടുക്കാം എന്ന് വിചാരിച്ചു. 8 പീസ് ചോക്ലേറ്റിന് 23.95 ഫ്രാങ്ക്സ് ആണ്, സ്വിസ് ഫ്രാങ്ക്സ് ആണ് ഇതിൻ്റെ പ്രൈസ്. അതായത് ഡോളറിനേക്കാളും വില കുറച്ച് കൂടുതലാണ് സ്വിസ് ഫ്രാങ്ക്സിന്. പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു സാധനത്തിലൊന്ന് ഇതാണ് മാച്ച സ്ട്രോബെറി. ഞങ്ങൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുമോ എന്ന് പറയട്ടെ, അത് പറ. നമ്മൾ കഴിക്കത്തില്ല. അങ്ങനെ നമ്മൾ ലിൻറ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. നല്ല ഉറക്കം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കണമെന്നില്ല. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളതായിട്ടോ. ഇന്നിനിപ്പോൾ പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പം ഭക്ഷണം കഴിക്കുക, നമ്മൾ ഹോട്ടലിൽ തിരിച്ചു പോന്നു, കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ ഫ്രഷായിട്ട്
അടുത്ത പരിപാടിക്ക് ഇറങ്ങുകയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇന്ന് ഇത് മാത്രമേ നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ, ലിൻറ്റ് ഫാക്ടറി വിസിറ്റ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ന്യൂ ഫ്ലേവേഴ്സ്, അതായത് നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടാത്ത പല വെറൈറ്റിയിലുള്ള ഫ്ലേവേഴ്സ് ഇവരുടെ ഫാക്ടറിയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. അതായത് പുറത്ത് നമുക്ക് വാങ്ങാൻ കിട്ടാത്ത കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ചോക്ലേറ്റ്സ് കഴിക്കാറില്ല. ഞാനും ഏട്ടനും ഞങ്ങൾ ഒട്ടും ചോക്ലേറ്റ്സും കേക്കും ഐസ്ക്രീമും ഒക്കെ വളരെ മിനിമം ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാട്ടോ. പൊതുവെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയതാണ്. ഏട്ടൻ പറഞ്ഞു കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന്. എന്നാൽ പിന്നെ കാപ്പി കുടിക്കാം. അപ്പം നമ്മളൊരു കോഫി വാങ്ങി കുടിച്ചിട്ട് ഡിന്നർ എവിടെ നിന്നാന്ന് വല്ലതും തീരുമാനിച്ചിട്ട് നമുക്ക് അടുത്തെവിടെയെങ്കിലും ഇരുന്ന് അവിടെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിക്കോ എല്ലാം കയറാം അല്ലേ? അവിടെ നമ്മൾ ഇവരുടെ ഈ ലിൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട് കേട്ടോ. അതിനുള്ളിലാണ് കോഫി വാങ്ങാൻ വേണ്ടി കയറുന്നത്. കുറേ സാധനങ്ങളുണ്ടല്ലോ. കോഫി വാങ്ങി. ഇവിടെ എന്തിൻ്റെ കൂടെയും ഒരു ചോക്ലേറ്റ് ഉണ്ടാവും. ദുബായ് ചോക്ലേറ്റ് സൺഡേ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ശകലം പോലും മധുരം കഴിക്കാൻ പറ്റില്ല എനിക്കിപ്പം. കാരണം അത് കുറേ ചോക്ലേറ്റ്സൊക്കെ ട്രൈ ചെയ്തു. അവിടുന്ന് ഒക്കെ ചോക്ലേറ്റ് സിറപ്പും അതും ഇതും ഒക്കെ ട്രൈ ചെയ്തിട്ട് വെറുതെ പോകുന്നവരും വരുന്നവരും എല്ലാവരും ചോക്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ കഴിച്ചിട്ട് ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയാലും കഴിക്കില്ല. പക്ഷെ എനിക്കത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് പറയാനാ, കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ സൂറിക്കിൽ ഡൗൺ ടൗണിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ആക്സസിബിൾ ആയിരുന്നു. അതായത് റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റേഷൻ ആയാലും ട്രാം ആയാലും എല്ലാം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു സൂപ്പർ ബർഗറായിരുന്നു കഴിച്ചിരുന്നത് കേട്ടോ. എൻ്റെ അമ്മ ഈ ബർഗറിനൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ? ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ സിറ്റിയുടെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. അതിനുവേണ്ടി മാത്രമുള്ള ഒരു ബസ്സല്ല ട്രെയിനാണ് ഇത്. നമ്മൾ സംഭവത്തിൽ കയറി. ഇതൊരു യൂണിവേഴ്സിറ്റി അല്ലേ? യൂണിവേഴ്സിറ്റിയാണ് അത്രയും ടോപ്പിലുള്ളത് ഇതിൻ്റെ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി വ്യൂ കാണാം. ആ സിറ്റി വ്യൂ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ടയർഡായിട്ട് നമ്മളിപ്പം അവിടെ വരെ വലിയ കയറി പോണത്. നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ മുകളിൽ വരെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വോയിസ് ഒന്നും കിട്ടിയതേയില്ല, എല്ലാം അപ്പാടെ പോയി. പക്ഷെ പറഞ്ഞത് ഇതൊക്കെ തന്നെ ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചർച്ചിൽ മണി മുഴങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ശബ്ദമായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പീസ്ഫുള്ളും. അത് വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനും കഥ പറയാനും. പക്ഷെ എന്ത് പറയാനാ, ആ മണിയുടെ ശബ്ദം അടക്കം ഫുള്ള് പോയില്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചാണെങ്കിലും പറഞ്ഞാന്ന് വിചാരിക്കാം. പക്ഷേ മണിയുടെ ശബ്ദം പോയി. നമ്മൾ തിരിച്ചു പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഇത് 2 ട്രെയിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഞങ്ങൾ തിരിച്ചു പോയപ്പം ഓപ്പൺ ആയിട്ടുള്ള ആ സ്പേസിൽ നിന്നിട്ടാണ് തിരിച്ച് താഴേക്ക് പോയത്. ഭക്ഷണം കഴിച്ചപ്പം കുറച്ചും കൂടെ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ കിട്ടിയ എനർജി വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സിറ്റിയൊക്കെ ഒന്ന് വെറുതെ ട്രാം എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ നിന്നൊരു സോവനിയറും കൂടെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. പശുവിൻ്റെ കഴുത്തിലിടുന്ന ബെല്ലാണിത്. ഇതിവിടെ എല്ലായിടത്തും ഇങ്ങനൊരു ഡെക്കറേറ്റീവ് പീസ്. ഇതിൻ്റെ ബാക്കിലുള്ള ബിലീഫ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാടുണ്ടത്. പല സൈസിൽ, പല വെറൈറ്റി, പല കളറിൽ കൗബൽസ്. അപ്പം
കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വ്ലോഗ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് സൈൻ ഓഫ് പറയാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. അത്രയ്ക്ക് ടയേർഡാണ്. ഇനിയിപ്പം ബോധം പോവുകയുള്ളൂ. 8 മണിയായി. ഇവിടെ നമ്മുടെ US പോലെ തന്നെ കേട്ടോ. ഇപ്പോഴും നല്ല വെയിലുണ്ട്. രാത്രി 8 മണിയായിട്ടുണ്ട്. നല്ല വെയിലാണ് പുറത്ത്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങി. നാളെ രാവിലെ എണീറ്റ് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങും. സ്വിറ്റ്സർലൻഡിലെ അടുത്ത ഒരു വിശേഷങ്ങളായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.